ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതിന്റെ റിലേറ്റഡ് ചിലപ്പോൾ അതിന്റെ ഓപ്ഷൻസ് ആവാം, അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ ചുറ്റിപ്പറ്റി വേറെ നമുക്കിപ്പോൾ ഒരു ടോപ്പിക് ആയിരിക്കും, ഷെയറിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിന് 4 ഓപ്ഷൻസും ഓരോ ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് 5 6 പോയിന്റുകൾ വെച്ച് പുതിയ പോയിന്റ്സ് പഠിക്കുന്ന ഒരു രീതിയാണ് ബ്രേക്ക് ഡൗൺ സീരീസിൽ ഫോളോ ചെയ്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു നമ്മൾ ക്വസ്റ്റൻസ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട്, USC പ്രിലിംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വേറെ സ്റ്റേറ്റിന്റെ JEE എക്സാംസ് ഉണ്ട്. അതായത് എല്ലാ യോഗ്യതകളുള്ള ആൾക്കാർക്കും കാണാനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കോമൺ ആണ്, എല്ലാ യോഗ്യത ITI, ഡിപ്ലോമ, BTech, MTech ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് വേറെ വരാവുന്ന ചോദ്യങ്ങളും അതിന്റെ ഓപ്ഷൻ റിലേറ്റഡ് ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു മാറ്റർ ഫോളോയിങ് ആണ്. ഒരു പ്രോപ്പർട്ടി ഓഫ് സിമെന്റ് ലെഫ്റ്റ് സൈഡ് തന്നിട്ടുണ്ട്, അപ്പാരറ്റസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാറ്റർ ഫോളോയിങ് ചോദ്യങ്ങൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ആ ഓപ്ഷൻ വെച്ചിട്ട് ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യും. ലൈക്ക് നമുക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ലൈക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഞാൻ പറയാം. അത് വെച്ച് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വേണം മാറ്റർ ഫോളോയിങ് എപ്പോഴും എഴുതാനായി. എത്ര പാടുള്ള മാറ്റർ ഫോളോയിങ് ആയിരുന്നെങ്കിലും ഇതിനകത്തൊരു ലൂപ്ഹോൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് സിമെന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, സെറ്റിംഗ് ടൈം, സൗണ്ട്നെസ്, ഫൈനസ്, ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പാരറ്റസ്, ബ്ലെയിൻസ് അപ്പാരറ്റസ്, ലേഷാറ്റ്ലിയസ് ഗ്ലാസ്, ഓട്ടോക്ലേവ്, ലിക്വാഡ്സ് അപ്പാരറ്റസ്, ഇങ്ങനെ 4 അപ്പാരറ്റസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്കറിയാം വിക്യാറ്റ്സ് അപ്പാരറ്റസിലേക്ക് വരാം. വിക്യാറ്റ്സ് അപ്പാരറ്റസ് നമുക്ക് നമ്മുടെ സെറ്റിംഗിനകത്ത്, നമ്മുടെ സിമെന്റ് ടെസ്റ്റിങ്ങിനകത്ത് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. നമുക്കറിയാം വിക്യാറ്റ്സ് അപ്പാരറ്റസ് വെച്ച് നമ്മൾ 3 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് കൺസിസ്റ്റൻസി, രണ്ടാമത്തത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ്, അല്ലെ? ഇത് മൂന്നും നമ്മൾ വിക്യാറ്റ്സ് അപ്പാരറ്റസ് വെച്ച് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വിക്യാറ്റ്സ് അപ്പാരറ്റസ് നമുക്കൊരു ചെറിയൊരു ഹാൻഡിൽ ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ അറ്റാച്ച്മെന്റ് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ അറ്റാച്ച്മെന്റ്സ് മാറ്റി മാറ്റി കൊടുത്തിട്ടാണ് കൺസിസ്റ്റൻസി, സെറ്റിംഗ് ടൈമുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെറ്റിംഗ് ടൈം Q എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വിക്യാറ്റ്സ് അപ്പാരറ്റസ് ആണ് മനസ്സിലായിട്ടുണ്ട്. Q is 4 എന്നുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ബാക്കി ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് നമുക്ക് C എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. ബട്ട് നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ പഠിക്കണമെന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വിക്യാറ്റ്സ് അപ്പാരറ്റസ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ടെസ്റ്റിലേക്ക് വരാം. കൺസിസ്റ്റൻസി ടെസ്റ്റ് എല്ലാവർക്കും അറിയാം. എത്ര വാട്ടർ കണ്ടന്റ് വേണം, ഒത്തിരി ലൂസ് അല്ലാതെ ഒത്തിരി സ്റ്റിഫ് അല്ലാതെ ഒരു സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വിക്യാറ്റ്സ് അപ്പാരറ്റസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലഞ്ചർ, ഒരു പ്ലഞ്ചർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലഞ്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു തവണ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ പ്ലഞ്ചറിന്റെ സൈസ് എത്രയാണെന്നാണ്. 10 mm സൈസ് ആണ് പ്ലഞ്ചറിന്റെ സൈസ്. വേറൊരു തവണ 10 mm ഡയമീറ്റർ ആണ് നമ്മുടെ പ്ലഞ്ചറിന്റെ സൈസ്. ഡയമീറ്റർ വെച്ചിട്ടാണ് 10 mm എന്നാണ് ഡയമീറ്റർ. 50 mm ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 10 mm ഡയമീറ്ററും 50 mm ഹൈറ്റും ഉള്ള ഒരു പ്ലഞ്ചർ ആണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്യാറ്റ്സ് അപ്പാരറ്റസിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുക്കും. ഒരു ചോദ്യം പഠിച്ചു, പ്ലഞ്ചറിന്റെ ഡയമീറ്ററും ഹൈറ്റും നിങ്ങൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന വെയിറ്റ് സിമെന്റ് 500 gram 300 gram ഒക്കെ ടെക്സ്റ്റ് ബുക്ക് അതൊന്നും വലിയ ഇല്ല നമുക്ക്. അപ്പൊ നമ്മള് നമ്മുടെ ഒരു കൗണ്ട് വാട്ടർ പെർസെന്റേജ് 23 സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് വിക്യാറ്റ്സ് അപ്പാരറ്റസ് ഉപയോഗിച്ച് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഞ്ചർ ആണ്. പ്ലഞ്ചറിന്റെ ഡയമീറ്റർ 10 mm, ഹൈറ്റ് 50 mm. ഓക്കെ, ഇനി അടുത്തത് സെറ്റിംഗ് ടൈം ആണ്. സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇത് വെച്ച് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് വിക്യാറ്റ്സ് അപ്പാരറ്റസ് വെച്ച് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം 2 സെറ്റിംഗ് ടൈം ഉണ്ട്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ട്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടൈമും ഈ സിമെന്റ് പേസ്റ്റിന്റെ ആ ഒരു ലൂസ് നേച്ചർ മാറി ചെറുതായി കട്ട് ചെയ്യാവുന്ന വരുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച ടൈം തൊട്ടിട്ട് അതിന് ഹാർഡായിട്ട്, അതായത് പ്ലാസ്റ്റിക് നേച്ചർ മാറ്റി ഹാർഡൻ ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് അത് ചോദിക്കാറുണ്ട്. പിന്നെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 30 മിനിറ്റ് ആണ്. നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്, അതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഓപ്ഷനിൽ കാണാറ്. അപ്പൊ ഇതാണ് സെറ്റിംഗ് ടൈമിനകത്ത് പറയാറുള്ളത്. ഇനി സെറ്റിംഗ് ടൈമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക സിമെന്റിനകത്ത് പേസ്റ്റ് ആക്കാൻ വേണ്ടി. അതിന്റെ വാട്ടർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.85 times P ആണ്. P ഇസ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ്.
അതായത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയുടെ 0.85 ടൈംസ് വാട്ടർ ആണ് നമ്മൾ സിമെന്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലൈക്ക് നമ്മളൊരു സ്ക്വയർ നീഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ചോദിക്കാറുണ്ട്. സ്ക്വയർ നീഡിലാണ് നമ്മുടെ ആ ഒരു ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന്. അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈമിൽ ഉപയോഗിക്കുന്ന നീഡിൽ വിത്ത് ആംഗുലാർ കോളർ ആണ് അറ്റാച്ച്മെന്റ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു: കൺസിസ്റ്റൻസി, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. കൺസിസ്റ്റൻസിക്ക് നമ്മൾ പ്ലഞ്ചർ 10 mm ഡയമീറ്റർ, 50 mm ഹൈറ്റ്. പിന്നെ നമ്മുടെ സ്ക്വയർ നീഡിൽ വിത്ത് ആംഗുലാർ കോളർ ആണ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 minutes, ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി മോർ ദാൻ 9 hours അല്ലെ 10 hours ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റിംഗ് ടൈമിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് വിക്കാറ്റ്സ് അപ്പാരറ്റസ്. വിക്കാറ്റ്സ് അപ്പാരറ്റസിന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാം. ഇനി അടുത്ത നോക്കാം, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേ ഷാറ്റ്ലിയസ് ഫ്ലാസ്ക് ആണ്. ഒരു ഫ്ലാസ്ക് ആണ്. അതിൽ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ലേ ഷാറ്റ്ലിയസ് ഫ്ലാസ്ക്. ഇനി ഓപ്ഷൻ നമ്മുടെ 6 എന്ന് പറയുന്നത് സൗണ്ട്നെസ് ആണ്. സൗണ്ട്നെസ് നമുക്ക് ഓപ്ഷൻസ് ഉള്ള ബ്ലെയിൻസ് അപ്പാരറ്റസ് ഉണ്ട്, ഓട്ടോക്ലേവ് ഉണ്ട്. നമുക്ക് അവിടെ വരിക എന്താണ്? സൗണ്ട്നെസ് കണ്ടുപിടിക്കുന്ന ഓട്ടോക്ലേവ്. അപ്പൊ സൗണ്ട്നെസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ സിമെന്റിനകത്ത് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വരുന്ന സമയം, അതായത് ലൈക്ക് നമ്മുടെ സൗണ്ട്നെസ് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾക്കാരാണ്: ലൈമ്, മഗ്നീഷ്യ, അതുപോലെ തന്നെ സൾഫർ. ഇനി എന്താണ് സൗണ്ട്നെസ്? സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിമെന്റ് നമ്മൾ എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ സിമെന്റിൽ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. ഈ സൗണ്ട്നെസ് ഉണ്ടാക്കുന്ന 3 കെമിക്കൽസ് ആണ് ലൈമ്, മഗ്നീഷ്യ, സൾഫർ. ഇതിനകത്ത് നമ്മൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ള പേര് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ആയിരിക്കും അല്ലെ? ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് വെച്ച് നമ്മൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ഉപയോഗിക്കാറുണ്ട് സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ലൈം, അതായത് സൗണ്ട്നെസ് ഡ്യൂ ടു ലൈം, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചോദ്യമാണ്. സൗണ്ട്നെസ് ഡ്യൂ ടു ലൈം നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഏതാണ്? അതിന്റെ ആൻസർ ആണ് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ്. മനസ്സിലാക്കുക, ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ആണ്, ഫ്ലാസ്ക് അല്ല. ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ലൈം കാരണമുള്ള സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ലൈം കാരണം മാത്രമുള്ള നമ്മുടെ സൗണ്ട്നെസ് അല്ലെങ്കിൽ വോളിയം ചേഞ്ച് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് 2 ആംസ് ഉണ്ട്. അവ തമ്മിലുള്ള മൂവ്മെന്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm ആണ് ഓർഡിനറി പോർട്ട് ആൻഡ് സിമെന്റിന്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ആളാണ് എന്ത്? നമ്മുടെ ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ്. അത് വെച്ചിട്ട് നമ്മൾ ലൈം കാരണമുള്ള സൗണ്ട്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആംസ് തമ്മിലുള്ള എക്സ്പാൻഷൻ 10 mm കൂടാൻ പാടില്ല. ഇത്രയുമാണ് നമ്മൾ ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസിൽ ഓർക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ഇവിടെ ഓപ്ഷനകത്ത് എന്താ കിടക്കുന്നത്? നമുക്ക് ഇവിടെ ഓട്ടോക്ലേവ് ഉണ്ട്. ഓട്ടോക്ലേവ് ആണ് ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓട്ടോക്ലേവ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു കമ്പൈൻഡ് ആക്ഷൻ ഓഫ് എന്താണ്? ലൈം ആൻഡ് മഗ്നീഷ്യ. അപ്പൊ ലൈം പ്ലസ് മഗ്നീഷ്യ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സൗണ്ട്നെസ് ആണ് നമ്മൾ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ചോദ്യമാണ്. ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ചിട്ട് വി ക്യാൻ മെഷർ ദ സൗണ്ട്നെസ് ഡ്യൂ ടു ലൈം ആൻഡ് മഗ്നീഷ്യ. ഇനി അതല്ല നമ്മുടെ ലൈം മാത്രമുള്ള സൗണ്ട്നെസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ഉപയോഗിക്കും. ഇനി സൾഫറും ഉണ്ട്. അപ്പൊ നമുക്ക് സൗണ്ട്നെസ് ഉണ്ടാക്കുന്ന 3 ഏജൻസ് ആണ് ലൈം, മഗ്നീഷ്യ, സൾഫർ. ഇതിൽ ലൈം കാരണമുള്ള നമ്മൾ ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് വെച്ച്, ലൈമും മഗ്നീഷ്യയും കൂടെ ചേർന്നത് നമ്മൾ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ചിട്ട് മെഷർ ചെയ്യും. എന്നാൽ സൾഫർ കാരണമുള്ള സൗണ്ട്നെസ് നമുക്ക് മെഷറബിൾ അല്ല. അതും ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഏത് എലമെന്റ് കാരണമുള്ള സൗണ്ട്നെസ് ആണ് മെഷറബിൾ അല്ലാത്തത്? ഏതാണ്? സൾഫർ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൗണ്ട്നെസ് 3 എലമെന്റ്സ് കാരണമുണ്ട്: ലൈമ്, മഗ്നീഷ്യ, അതുപോലെ തന്നെ സൾഫർ. ലൈമ് കാരണമുള്ള നമ്മുടെ സൗണ്ട്നെസ് മെഷർ ചെയ്യാൻ നമ്മുടെ ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നു. ആംസ് തമ്മിലുള്ള എക്സ്പാൻഷൻ 10 mm എക്സീഡ് ചെയ്യാൻ പാടില്ല. ലൈമും മഗ്നീഷ്യയും കൂടിയുള്ള നമ്മുടെ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി ആർ യൂസിങ് നമ്മുടെ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് ആണ്. ഇനി നമ്മുടെ സൾഫർ കാരണമുള്ള സൗണ്ട്നെസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് സൗണ്ട്നെസ്സിനകത്ത് പഠിക്കാനാണ്. ഇനി അടുത്തത് നമ്മുടെ ഫൈനസ് ആണ്. ഫൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെന്റിന്റെ ഫൈനസ് നമുക്ക് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അറിയാനായിട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഫൈനസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്?
നമുക്ക് ഓട്ടോക്ലേവ് ഉണ്ട്, ബ്ലെയിൻസ് അപ്പാരറ്റസ്. നമ്മുടെ ആൻസർ ബ്ലെയിൻസ് അപ്പാരറ്റസ് ആണ്. അപ്പൊ ഫൈനസ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സീവ് ടെസ്റ്റ് ആണ്. ഓർഡിനറി നമ്മുടെ സീവ് നമ്പർ 9 അല്ലെങ്കിൽ 90 മൈക്രോൺ സൈസ് ഉള്ള സീവ് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മുടെ പർട്ടിക്കുലർ സെഗ്മെന്റിന്റെ സീവ് നോക്കിയിട്ടാണ് സീവ് ടെസ്റ്റ് ആണ്. ഇനി അതല്ലാത്ത ഒരു മെത്തേഡാണ് ബ്ലെയിൻസ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലെയിൻസ് അപ്പാരറ്റസ് വെച്ച് നമ്മൾ നമ്മുടെ ഫൈനസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫൈനസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, സ്പെസിഫിക് സർഫസ് ഏരിയ അഥവാ SSA. എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ? SSA വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ബ്ലെയിൻസ് അപ്പാരറ്റസ് വെച്ച് ഫൈനസ് നമ്മൾ എന്തിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു? സ്പെസിഫിക് സർഫസ് ഏരിയ. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് സ്പെസിഫിക് സർഫസ് ഏരിയ? സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഇനി നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ എത്രയാണ്? അതും ഒരു ചോദ്യമാണ്. ഈ 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഇത് മൂന്നും എന്താണ്? ഫൈനസിൽ നിന്നും നമ്മുടെ ബ്ലെയിൻസ് അപ്പാരറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനസിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റിംഗ് ഓഫ് സിമെന്റ് ആണ്. സെറ്റിംഗ് ഓഫ് സിമെന്റിൽ നമ്മൾ നമ്മുടെ കൺസിസ്റ്റൻസി, സെറ്റിംഗ് ടൈം, അതുപോലെ ലീഷാറ്റ്ലിയസ് അപ്പാരറ്റസ്, പിന്നെ നമ്മുടെ വിക്കാസ് അപ്പാരറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ ലീഷാറ്റ്ലിയസ് ഫ്ലാസ്ക്, തിരുവുകളുടെ ഫ്ലാസ്കും അപ്പാരറ്റസും കൂടി ബ്ലെയിൻസ് അപ്പാരറ്റസ്, ഓട്ടോക്ലേവ് ഇതെല്ലാം പറഞ്ഞു. എല്ലാ ടെസ്റ്റുകളും ഒന്ന് നമ്മൾ ഓടിച്ച് പറഞ്ഞു. ഇപ്പൊ ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിച്ചു വെക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്ലേക്കിംഗ് ടേക്സ് പ്ലേസ് ഇൻ ആഡിംഗ് വാട്ടർ ഇൻ ലൈം. Hardening takes place on adding water in cement. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. Which of the above statements is or are correct? 1 only, 2 only, both 1 and 2, neither 1 nor. അപ്പം സ്ലേക്കിംഗ് ടേക്സ് പ്ലേസ് ഓൺ ആഡിങ് വാട്ടർ ഇൻ ലൈം. ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ലേക്കിംഗ് സംഭവിക്കും. എന്താണ് ലൈം എന്ന് പറഞ്ഞാൽ? കാൽസ്യം ഓക്സൈഡ് ആണ്. അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് CaOH twice. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലേക്കിങ്ങിന് കാരണമാണ്. സ്ലേക്കിംഗ് സംഭവിക്കുന്ന കാരണം ലൈമിന്റെ വോളിയം 2.5 ടൈംസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത കേസസ് ഉണ്ട്. അപ്പൊ സ്ലേക്കിംഗ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തത്, ഹാർഡനിങ് ടേക്സ് പ്ലേസ് ഓൺ ആഡിങ് വാട്ടർ ഇൻ ദ സിമെന്റ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാർഡനിങ് ഉണ്ടാവുന്നത് ടേക്സ് പ്ലേസ് ബൈ ആഡിങ് വാട്ടർ ഇൻ ദ സിമെന്റ്. വെള്ളം സിമെന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് പറയുന്നത്? ഹാർഡ്നെസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കറിയാം ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ സിമെന്റിന്റെ ഹൈഡ്രേഷൻ ആണ്. സിമെന്റിന്റെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് എന്ന് പറയുന്നത് സിമെന്റിന്റെ ഹൈഡ്രേഷൻ എന്ന് പറയും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കറക്റ്റ് ആണ്. ബിക്കോസ് നമുക്കറിയാം കാൽസ്യം ഓക്സൈഡിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതായത് ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് എന്ന് പറയും. അപ്പൊ സ്ലേക്കിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈമിന്റെ ആസിഡുള്ള വോളിയം 2.5 ടൈംസ് വരെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ എന്താണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്? വെള്ളം ആഡ് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഹാർഡനിങ് ടേക്സ് പ്ലേസ് ഓൺ ആഡിങ് വാട്ടർ ഇൻ സിമെന്റ്. സിമെന്റിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നടക്കുന്ന പ്രോസസ് ആണ് ഹാർഡനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിമെന്റിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് വി ആർ ആഡിങ് വാട്ടർ ടു സിമെന്റ്. സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ദർ ഇസ് എ പ്രോസസ്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് അല്ലെ. ഈ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആൻഡ് ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും അല്ലെ. അപ്പം എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഈ കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമ്മൾ ഓൾ ടുഗെദർ വിളിക്കുന്ന പേരാണ് ബൗക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയും. എല്ലാവർക്കും അറിയായിരിക്കും. യു വിൽ കോൾ ബൈ ദ നെയിം എന്താണ്? ബൗക്സ് കോമ്പൗണ്ട്സ്. ബൗക്സ് കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, BOUG ബൗക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഈ ബൗക്സ് കോമ്പൗണ്ട്സ് ആണ് ആക്ച്വലി നമുക്ക് സിമെന്റിന്റെ സ്ട്രെങ്ത്തിന് കാരണമായിട്ടുള്ള ആൾ. അപ്പൊ ഇവിടെ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് വാട്ടറിൽ സിമെന്റിനകത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ വരിക ബോത്ത് 1 and 2 ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് തന്നെയാണ്. ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ബൗക്സ് കോമ്പൗണ്ടിനകത്ത് ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? അതായത് ഫ്ലാഷ് സെറ്റിംഗ്. ഫ്ലാഷ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന സെറ്റിങ്ങിനാണ് ഫ്ലാഷ് സെറ്റിംഗ് എന്ന് പറയുന്നത്.
ഫ്ലാഷ് സെറ്റിങ്ങിന് കാരണമായിട്ടുള്ള ബൗസ് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് C3A. നമ്മുടെ ഫസ്റ്റ് ആൽഫബറ്റ് എ ആണല്ലോ. സോ C3A എന്ന് ഓർത്താൽ മതി. C3A ആണ് ഫ്ലാഷ് സെറ്റിങ്ങിന് കാരണമായിട്ടുള്ള ബൗസ് കോമ്പൗണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന അതായത് 7D കംപ്രസീവ് സ്ട്രെങ്ത്തിനൊക്കെ കാരണമാകുന്ന കോമ്പൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് C3S ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതായത് ഫ്ലാഷ് സെറ്റിങ്ങിന് കാരണമായിട്ടുള്ള C3A ട്രൈ കാൽസ്യം അലൂമിനേറ്റും അതുപോലെ തന്നെ 7D സ്ട്രെങ്ത്തിനൊക്കെ കാരണമായിട്ടുള്ളത് C3S ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഇനി പ്രോഗ്രസീവ് സ്ട്രെങ്ത് അതായത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള സ്ട്രെങ്ത്തിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇത് C2S. അപ്പൊ ബൗസ് കോമ്പൗണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. C3A ആദ്യം ഫോം ചെയ്യുന്നു, പിന്നെ അതിനുശേഷം C3S, ഏറ്റവും അവസാനമാണ് C2S. ഞാൻ C4AF കാര്യം ഇവിടെ പറയുന്നില്ല. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഒരു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് തന്നെയാണ് കറക്റ്റ് ആണ്. സോ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.